നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കൈവക്കൂ. കണ്ടിട്ടുള്ളവർ കൈവക്കെന്നേ. ഇങ്ങനെ ഒരു ഡബിൾ ടച്ച് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഡീഗോ സിമിയോണി ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, ഹുലിയൻ ആൽവാരസിൻ്റെ ഡബിൾ ടച്ച് ആരെങ്കിലും കണ്ടവരുണ്ടോ? പിന്നെ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വാർ വയ്ക്കുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. സോ അത് അൺഫെയർ ആയിട്ടാണ് ആ ഗോൾ ഡിസലവ് ചെയ്തത്, പെനാൽറ്റി ഡിസലവ് ചെയ്തത് എന്നാണ് ഡിയേഗോ സിമിയോണിയുടെ വാദം. അതിന് മറുപടിയുമായിട്ട് രംഗത്തേക്ക് എത്തുന്നു തിബോട്ട് കോർട്ടുവ റയലിൻ്റെ താരമാണെങ്കിലും അദ്ദേഹം ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് തിബോട്ട് കോർട്ടുവ. ഓർക്കുന്നില്ലേ നിങ്ങൾ ആ കാലം ചെൽസിയിൽ നിന്ന് ലോണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ച തിബോട്ട് കോർട്ടുവയെ? ആ കോർട്ടുവയാണ് പറയുന്നത് ഡിയേഗോ സിമിയോണിയോടും സംഘത്തിനോടും, ഇത് മോശമാണ്, എപ്പോഴും നിങ്ങളിങ്ങനെ വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ടിരിക്കുക, കരച്ചിൽ തുടരുക, ഇത് മോശമാണ് എന്ന് തന്നെ തിബോട്ട് കോർട്ടുവ പറയുന്നു. സിമിയോണിയുടെ ആ ഒരു അൺഫെയർ ആണ് ഹുലിയൻ ആൽവാരസിൻ്റെ പെനാൽറ്റി ഡിസലവ് ചെയ്തത് എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടി യുവേഫ അത് കൃത്യമായി കണ്ടിട്ടുണ്ട്. യുവേഫ അത് എന്താ സംഭവിച്ചെന്നുള്ളത് കൃത്യമായി കണ്ടിട്ടുണ്ട്. സോ ഈ വിക്ടിം ഹുഡ് ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് ആകെ ഐ ആം ടയേർഡ് ഓഫ് ദിസ്. ഓൾവേസ് അവർ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. അത്ലറ്റിക്കോ മാഡ്രിഡിനെ വലിച്ചീറി ഒട്ടിക്കുകയാണ്, സിമിയോണിയെ വലിച്ചീറി ഒട്ടിക്കുകയാണ് തിബോട്ട് കോർട്ടുവ എന്ന് തന്നെ പറയേണ്ടി വരും. മുൻ അത്ലറ്റിക്കോ മാഡ്രിഡ് താരം കൂടിയാണ് അദ്ദേഹം. ഏതായാലും ഇന്നലെ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. 7 സേവുകൾ അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. അതിൽ 4 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള സേവുകളായിരുന്നു. 3 ഹൈ ക്ലെയിംസ് ഉണ്ടായിരുന്നു. തിബോട്ട് കോർട്ടുവ റയൽ മാഡ്രിഡ് ഈ ഒരു റൗണ്ട് ഓഫ് 16 കടക്കുമെന്ന് ഉറപ്പാക്കിയവരിൽ സുപ്രധാനമായ റോൾ വഹിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.